ആലുവയ്ക്ക് വളരെ അടുത്തായിട്ട് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്താണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. 58ഓളം വീടുകൾ വരുന്ന ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റും കൂടിയാണ്. ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് ഈ വില്ലയുടെ എൻട്രൻസ് വന്നിരിക്കുന്നത്. 5 മീറ്റർ വിഡ്ത്തുള്ള റോഡാണ് ഇതിന് ഇൻറ്റേർണലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് മാത്രമല്ല കളമശ്ശേരിയിലേക്കും എടപ്പള്ളിയിലേക്കും ഈസി ആക്സസ് ഉള്ള ഏരിയയും കൂടിയാണ്. മെട്രോ സ്റ്റേഷനിലേക്ക് 4.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കും ഈസി ആക്സസ് ഉള്ള ഏരിയയും കൂടിയാണ്. രാജരി ഹോസ്പിറ്റൽ വളരെ അടുത്ത് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഏരിയയിൽ നല്ലൊരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്തുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. 4 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 1950 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ ആണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. വീതി കൂടിയ ഇന്ത്യൻ റോഡ് ടൈല് വിരിച്ചിരിക്കുകയാണ്. ഡെഡ് എൻഡിലാണ് നമ്മുടെ വീട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എൻട്രൻസിലേക്ക് മാത്രമുള്ള വഴി ആയതുകൊണ്ട് തന്നെ ഈ വഴി നമുക്ക് പൂർണ്ണമായിട്ടും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ്. ഒന്നിലധികം വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസും നമുക്ക് ഇവിടെയുണ്ട്. ഇനി നമ്മൾ നേരെ കോമ്പൗണ്ടിനകത്തേക്കാണ് വരുന്നത്. ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലുമാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. നേരെ നമുക്ക് പോർച്ചിലേക്ക് വരാം. ഇങ്ങനെ വലിയൊരു വാഹനം പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ പോർച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മേലെ ഫൈബർ ലാമിനേഷൻ വർക്കും സിലിണ്ടറിക്കൽ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡാണ്. നമുക്ക് സൗത്ത് സൈഡിൽ നടക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. അങ്ങറ്റം വരുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറാണ്. അവിടെയും ടാപ്പ് പോയിൻ്റൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. ഞാനിപ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ ആയിട്ട് KW വാട്ടറിൻ്റെ കണക്ഷൻ്റെ വാട്ടർ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇവിടെ നടക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ വീടിനകത്തേക്കാണ് വരുന്നത്. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെയാണ്. 2 ചെയർ ഇടാനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മേലെ ഫൈബർ ലാമിനേഷൻ വർക്കും സിലിണ്ടറിക്കൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ നമുക്ക് അകത്തേക്ക് വരാം. പ്രധാന ഡോറും അതിനോട് ചുറ്റി വരുന്ന എല്ലാ കാര്യങ്ങളും പാനൽ ചെയ്തിരിക്കുകയാണ്. അത് വന്നിരിക്കുന്ന ടീക്കിലാണ്. നേരെ അകത്തേക്ക് കയറുകയാണ്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് പടിഞ്ഞാറോട്ടാണ്. 2 പീസ് ഡോറാണ് വന്നിരിക്കുന്നത്. യൂറോപ്യൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ലോക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല മരത്തിൽ തന്നെ തീർത്ത ഡോറുകളാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. നേരെ നമുക്ക് ലിവിങ്ങിലേക്ക് വരാം. ഇത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡ് മേലെയും വിൻഡോസ് വന്നിട്ടുണ്ട്. സെയിം സൈസിലുള്ള വിൻഡോസ് തന്നെയാണ് വന്നിരിക്കുന്നത്. നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ്. മേലെ അപ്പർ ലിവിങ് സ്പേസിൽ നിന്നും ഒരു വ്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മേലെ ഹാങ്ങിങ് ലൈറ്റൊക്കെ മനോഹരമായിട്ടാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു സൈഡിലൊരു ഭിത്തി ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുകയാണ്. ഗോൾഡൻ സ്ട്രിപ്പുകളൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഇനി ഫ്രണ്ടിലായിട്ട് നമുക്ക് TV സ്പേസ് വരുന്നുണ്ട്. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡൈനിങ്ങിലേക്കും ഒരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ശരിക്കും ഇതൊരു സെപ്പറേഷനും കൂടിയാണ്. ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും സെപ്പറേഷൻ ചെയ്യുന്ന ഭാഗമാണ്. മേലെ കയറി വരുന്ന എൻട്രൻസിൽ നിന്നും ഫാസ്റ്റ് സീലിംഗ് വർക്ക് ആരംഭിക്കുകയാണ്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കണക്ട് ചെയ്ത് ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിവിശാലമായുള്ളൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. വലിയൊരു ഡൈനിങ് ടേബിൾ നമുക്ക് ഇവിടെ ഇടാവുന്നതാണ്. ഇത് കൂടാതെ വാഷ് കൗണ്ടർ കാണേണ്ടത് തന്നെയാണ്. ടീ കൂടിൻ്റെ ഡിസൈനിലുള്ളൊരു ഫൈബർ ലാമിനേഷൻ വർക്കും അതുപോലെ തന്നെ മിററും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ വാഷ് സ്പേസിനാണ് വന്നുള്ളത്. നാനോ വൈറ്റ് ഗ്രാനൈറ്റിൻ്റെ മേലെയാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ളൊരു വാഷ് കൗണ്ടർ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഇവിടെയും വലിയൊരു സിംഗിൾ പാളി ജനലാണ് വന്നിരിക്കുന്നത്. നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിനടിയിലായിട്ട് നമുക്ക് പെബിൾസും മാറ്റും ഒക്കെ വിരിക്കാവുന്ന രീതിയിലാണ് അവിടെയും സ്പേസ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഡൈനിങ് സ്പേസിൽ തന്നെ നമുക്ക് കോക്കറി ഷെൽഫുകൾ കിട്ടിയിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ കിച്ചനായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു കൗണ്ടറും ഹാങ്ങിങ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഹോബും ഒക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. സാധാരണ കണ്ടുവരുന്ന സ്ലാബിൻ്റെ ഹൈറ്റിൽ നിന്നും അല്പം ഉയർത്തിയിട്ടാണ്
ഇതിൻ്റെ ടേബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വശങ്ങളെല്ലാം ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്. വലിയ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. പവർ പോയിന്റ് വരുന്നുണ്ട്, ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇതെല്ലാം അക്രിലിക്കിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലെ മൾട്ടി ഫങ്ഷൻസ് ആയിട്ടുള്ള സിങ്കും വന്നിട്ടുണ്ട്. ടാപ്പൊക്കെ ഭംഗിയായിട്ട് തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നു. പവർ പോയിന്റുകൾ വന്നിരിക്കുന്നു. ഇനി നമുക്ക് വർക്ക് ഏരിയ ചെയ്യാനായിട്ട് ഫ്രണ്ടിൽ, അതായത് നോർത്തിലേക്ക് തുറക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡോറ് വന്നിരിക്കുന്നത്. ഇത്രയും സ്പേസ് നമുക്ക് വർക്ക് ഏരിയ ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട്. വെല്ല് വരുന്നുണ്ട്, വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. കിച്ചണിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. കിണറിൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റിൽ തന്നെയാണ്. അടുക്കളയുടെ സ്ഥാനവും നോർത്ത് ഈസ്റ്റിൽ തന്നെയാണ്. ഇനി നമ്മൾ നേരെ മെയിൻ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. മെയിൻ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇപ്പോൾ നമ്മൾ സൗത്ത് വെസ്റ്റ് കോർണറിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ നീളം ഏകദേശം ഒരു 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബെഡ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് ടേബിളും ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കബോർഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മേലെയും ധാരാളം കബോർഡ് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. കൗണ്ടർ വാഷ് ബേസിനാണ് വന്നിരിക്കുന്നത്. മിറർ ഹാങ് ചെയ്യാനായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, ഡൈവേർട്ടർ വരുന്നുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഫുൾ സീൽ ചെയ്തിട്ടുണ്ട്. ഫുള്ളും ടൈല് കവർ ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇറങ്ങി വരുമ്പോൾ വേറൊരു കാര്യം നമ്മൾ പറയാൻ മറന്നുപോയിട്ടുണ്ട്. ഒരു ഡ്രസ്സിങ് ടേബിളോട് കൂടി തന്നെയാണ് ഇതിൻ്റെ വാർഡ്രോബ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഏകദേശം ഒരു 12 അടി നീളവും 10 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെയും കബോർഡുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് കമ്പ്യൂട്ടറും മറ്റുമൊക്കെ വെക്കാനായിട്ടുള്ളൊരു സ്പേസ് കിട്ടുന്നുണ്ട്. സ്ലൈഡിങ് കബോർഡുകൾ വരുന്നുണ്ട്. ഡ്രസ്സിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമ്മളിതിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നതൊക്കെ ഗംഭീരമായിട്ട് തന്നെയാണ്. ഒന്ന് കയറി ലാൻഡ് ചെയ്ത് വീണ്ടും കയറി ലാൻഡ് ചെയ്ത് വീണ്ടും കയറുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടൈല് കൊടുത്തിരിക്കുന്നത് വുഡിൻ്റെ ടെക്സ്ചറുള്ളൊരു മാറ്റ് ടൈലാണ്. ഹാൻഡിൽ വന്നിരിക്കുന്നത് ടഫ് ആൻഡ് ഗ്ലാസും വുഡുമാണ്. പിന്നെ സൈഡിൽ പ്രൊഫൈൽ ബീഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളും ഓടിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് കിഴക്ക് വശത്തുള്ളൊരു ഭിത്തിയാണ്. ഇതിന് പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ ടെക്സ്ചർ വർക്കുകളും ഗോൾഡൻ സ്ട്രിപ്പുകളും കൊടുത്തിട്ടുണ്ട്. കയറി നിന്ന് കഴിയുമ്പോൾ തന്നെയായിട്ട് ഇവിടെ നിന്ന് ഒരു പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോസിൻ്റെ ഡിസൈനും ഫാൻസി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. അപ്പർ ലിവിങ് സ്പേസ് 2 സ്പേസ് ആയിട്ട് ഡബിൾ ഹൈറ്റ് വരുന്നുണ്ട്. ഒന്ന് വരുന്ന സ്റ്റെയർ സ്പേസ് ആണ്. അതിൻ്റെ മേലെ ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, റൈറ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ലിവിങ് സ്പേസ് ആണ്. ലിവിങ് സ്പേസിലേക്കും നമുക്ക് വ്യൂ ഉണ്ട്. മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇനി നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ തന്നെയായിട്ടൊരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. ബുക്ക് ഷെൽഫുകളും വരുന്നുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 12 അടി നീളവും 10 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഒരു സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കബോർഡുകൾ കൊടുത്തിരിക്കുന്നത്. സൈഡ് വശത്തായിട്ട് ഒരു കമ്പ്യൂട്ടർ ടേബിളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ സൈഡ് ടേബിൾ വരുന്നുണ്ട്. ഇവിടെയായിട്ട് AC-യുടെ പോയിന്റ് വരുന്നുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ മിററും സ്റ്റോറേജ് സ്പേസും വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വലിപ്പമുള്ള വിൻഡോസാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. നല്ല ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വലിപ്പമുള്ള വിൻഡോസ് വെസ്റ്റ് സൈഡിൽ വരുന്നുണ്ട്. ഇത് നോർത്ത് സൈഡ്. അപ്പം നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത്. നമുക്ക് ബാത്റൂം ഒന്ന് കാണാം. നല്ലൊരു പെഡസ്റ്റൽ ടൈപ്പിൽ വാഷ് ബേസിനും മിററും ലൈറ്റും വരുന്നുണ്ട്. ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. അപ്പം ജാഗോൻ്റെ ഫിറ്റിങ്ങും സീറയുടെ ഫിറ്റിങ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമും കൂടിയാണ്. ഏകദേശം ഒരു 14 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. സൈഡ് ടേബിൾ വരുന്നുണ്ട്. ഇതിൻ്റെ വിൻഡോസും വലിപ്പമുള്ളത് തന്നെയാണ്. ഇത് കൂടാതെ ഇവിടെ വലിപ്പമുള്ള കബോർഡ് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകുന്നത്. കവേർഡ് യൂട്ടിലിറ്റി സ്പേസ് ആണ്.
യൂട്ടിലിറ്റി സ്പേസിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ശരിക്കും യൂട്ടിലിറ്റി എന്നല്ല ഇതിനെ പറയുന്നത്, സ്റ്റഡി സ്പേസ് എന്നോ ഓഫീസ് സ്പേസ് എന്നോ ഒക്കെ പറയാം. അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ് ഇത്. നോർത്ത് ഈസ്റ്റിലാണ് വരുന്നത്. ഇതിൻ്റെ മേലെയും ഭംഗിയായിട്ട് ഫാസീൽ വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇതായിട്ട് കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അയൺ ടേബിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ധാരാളം ഉണ്ട്. ഇനി ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണെങ്കിൽ ഇങ്ങനെ കയറാവുന്നതാണ്. ഇവിടെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സൈഡിൽ കൂടെ കയറാവുന്ന രീതിയിൽ ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്പേസും കൂടി യൂസ്ഫുള്ളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. 2 ബാൽക്കണികളാണ് ഇതിനുള്ളത്. ഒന്ന് കവേർഡ് ബാൽക്കണി, പിന്നൊന്ന് ഓപ്പണും. അപ്പോൾ കവേർഡ് ബാൽക്കണിയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇത് കവേർഡ് ബാൽക്കണിയാണ്. കവേർഡ് ബാൽക്കണിയിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, ടഫിൻ്റെ ഗ്ലാസ് വരുന്നുണ്ട്, മേലെ ഫൈബർ ലാമിനേഷൻ വർക്കും സിലിണ്ടറിക്കൽ ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇത്രയും സ്പേസ് നമുക്ക് യൂസ്ഫുള്ളാണ്. ഇത് കൂടാതെ ഇതിനൊരു ഓപ്പൺ ബാൽക്കണി കൂടി കിട്ടുന്നുണ്ട്. ഇങ്ങനെ അവിടെ ടൈല് വിരിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ധാരാളം ചെടികൾ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വാട്ടർ പ്രൂഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിലും ടഫിൻ്റെ ഗ്ലാസ്സുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം മനോഹരമായിട്ടുള്ള വീടിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ആലുവയ്ക്കടുത്ത് ബസ് റൂട്ട് ഫ്രണ്ടേജായിട്ട് വരുന്ന ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്തുള്ളൊരു വീടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 4 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 1950 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇതിൽ ചോദിക്കുന്ന റേറ്റ് 95 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളാണ്. ഒന്നിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ളൊരു വീടും കൂടിയാണ്. വെൽ വാട്ടറാണ് വരുന്നത്. KW വാട്ടർ കണക്ഷന് പ്രൊവിഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, വീടെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.